നമസ്കാരം. ഇലക്ട്രോണിൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു മിനി രത്ന കമ്പനിയായ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിലവിലുള്ള ജൂനിയർ എക്സിക്യൂട്ടീവുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈൻ മോഡ് വഴി അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇക്കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നുള്ളത്. ഒരു മിനി രത്ന കമ്പനിയാണ് ഞാൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് എക്സിക്യൂട്ടീവ് എന്ന പോസ്റ്റിലേക്കാണ്. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ www.aai.aero എന്ന സൈറ്റിൽ ലഭ്യമാണ്. അപ്പൊ ഈ സൈറ്റ് വഴിയുള്ള ആപ്ലിക്കേഷൻ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. മറ്റു മോഡിലൊന്നും അപേക്ഷിക്കാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഓൺലൈനായിട്ട് തന്നെ അപേക്ഷിക്കണം. ആകെ ജൂനിയർ എക്സിക്യൂട്ടീവ് എയർ ട്രാഫിക് കൺട്രോൾ എന്നാണ് വേക്കൻസിയുടെ പേര്. 309 വേക്കൻസികളാണുള്ളത്. ആകെ അൺറിസർവ്ഡ് ആണ് 125. ആകെ 309 വേക്കൻസികളാണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. റിസർവേഷൻ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ BSc ഫിസിക്സും മാത്തമാറ്റിക്സ് പഠിച്ചുകൊണ്ടുള്ള BSc ഫിസിക്സ് 3 വർഷത്തെ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനങ്ങളിൽ പഠിച്ചായിരിക്കണം ഫുൾ ടൈം കോഴ്സ്. അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലെ എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഫിസിക്സും മാത്സും അവിടെ പഠിച്ചിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ സംസാരിക്കാൻ ഇംഗ്ലീഷിൽ എഴുതാനും സംസാരിക്കാനും അറിഞ്ഞിരിക്കണം. 12ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിച്ചിരുന്നാൽ മതിയാവും. അതേപോലെ മാർക്കിന്റെ നിയന്ത്രണം പെർസെന്റേജ് ഒന്നും പറഞ്ഞിട്ടില്ല. പാസ് മാർക്ക് ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക. പ്രായപരിധി പറഞ്ഞിരിക്കുന്ന ഉയർന്ന പ്രായപരിധി 27 വയസ്സാണ്. ക്ലോസിംഗ് ഡേറ്റ് ആയ മെയ് 24 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷവും, OBC നോൺ ക്രിമിനൽ ആയിട്ടുള്ളവർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷവും അവർക്ക് ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് 2025 ഏപ്രിൽ 25 മുതൽ മെയ് 24 വരെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രത്യേകം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. ഏപ്രിൽ 25 മുതൽ സൈറ്റ് ഓപ്പൺ ആകുന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. www.aai.aer എന്ന സൈറ്റാണ്. അപ്പൊ നിങ്ങളിപ്പം നോക്കേണ്ടത് നോട്ടിഫിക്കേഷൻസേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം ഏപ്രിൽ 25 മുതൽ മെയ് 24 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്നതിന് ശേഷം വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. എന്നാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും. അതിന്റെ ടെന്റേറ്റീവ് ഡേറ്റ് പിന്നീട് അനൗൺസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശമ്പള സ്കെയിൽ 40,000 മുതൽ 1,40,000 എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം 1 ലക്ഷം രൂപ കൂടുതൽ ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന CTC പ്രതിവർഷം 13 ലക്ഷം രൂപ ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തായാലും നിർബന്ധമായ മിനിമം 1 ലക്ഷം രൂപ ഉറപ്പായിട്ട് സ്റ്റാർട്ടിംഗ് സാലറി ആയിട്ട് തന്നെ ലഭിക്കും. ഇനിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ സെലക്ഷൻ പ്രോസസ് എന്ന് വെച്ചാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് അനുസരിച്ച് സ്ക്രീൻ ചെയ്യുന്ന എലിജിബിൾ ആയിട്ട് എല്ലാവരെയും റിട്ടേൺ ടെസ്റ്റിന് വിളിക്കുന്നതായിരിക്കും. അതിനുശേഷം അതിന്റെ ബേസ്ഡ് ഇതായിരിക്കും അടുത്ത നടപടികൾ എന്ന കാര്യം കൂടി മനസ്സിലാക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ അതിന് ശേഷമായിരിക്കും. നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന കാര്യം കൂടെ നോക്കുക. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഓൺലൈൻ മോഡിൽ മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അതിന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റ് ആയ www.aai.aer എന്ന സൈറ്റിൽ പോവുക. കരിയേഴ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. ഇമെയിൽ വഴി ആയിരിക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നേരം മനസ്സിലാക്കുക. അതേപോലെ നിങ്ങളുടെ ഒരു റീസെന്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒക്കെ സ്കാൻ ചെയ്ത് മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാവുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുള്ളത് 1000 രൂപയാണ്. GST ഉൾപ്പെടെ അപേക്ഷാ ഫീസ്. എന്നാൽ വനിതാ കാൻഡിഡേറ്റ്സ്, SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ, അതുപോലെ എയർപോർട്ട് അതോറിറ്റിയിലെ അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവരൊന്നും ഫീസ് കൊടുക്കേണ്ടത്. ബാക്കി എല്ലാവരും 1000 രൂപ നിർബന്ധമായും ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. ഒന്നുകൂടെ പറയുന്നു, SC/ST കാൻഡിഡേറ്റ്സ്, ഡിസബിലിറ്റി ഉള്ളവരെ, അപ്രന്റീസ് എയർപോർട്ട് അതോറിറ്റി ചെയ്ത് കഴിഞ്ഞവര്, അതുപോലെ വനിതാ കാൻഡിഡേറ്റ്സ് ഇവർക്കൊന്നും ഫീസില്ല. ബാക്കി എല്ലാവരും നിർബന്ധമായും ഫീസ് അടയ്ക്കണം. ഫീസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ UPI ട്രാൻസാക്ഷൻ വഴിയോ ഒക്കെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയുമെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും മീഡിയ പൂർണ്ണമായും കണ്ടെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, അതിലേക്ക് അപേക്ഷിക്കേണ്ടത് മെയ് 24 വരെയാണ്. ഏപ്രിൽ 25 സൈറ്റ് ഓപ്പൺ ആവുള്ളൂ. അപ്പം താല്പര്യമുള്ളവർ മികച്ച ഒരു ജോലി അവസരമായി കണ്ടുകൊണ്ട് BSc ഫിസിക്സ് കഴിഞ്ഞവർക്കും ഏതെങ്കിലും വിഷയത്തിൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.